everyone, welcome back to Salem Learning. Miss ആണ് മക്കളെ, നമ്മളതാ ഇംഗ്ലീഷിൽ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്കോഴ്സ് ആണല്ലേ നമ്മുടെ ഡയറി റൈറ്റിംഗ്. അല്ലാന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ എഴുതുക, അല്ലാന്നുണ്ടെങ്കിൽ അനൗൺസ്മെന്റ് എഴുതുക. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന് ആൻസർ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് എന്താണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മിസ്സിനെ പരിചയപ്പെടുത്താം. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. നിങ്ങൾക്ക് അബി മിസ് എന്ന് വിളിക്കാം കേട്ടോ, നിങ്ങളുടെ സ്വന്തം അബി മിസ് ആണ്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കാടാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താണ്, മിസ് പറഞ്ഞല്ലോ എക്സാമിന് വരുന്ന ഡയറി, കോൺവെർസേഷൻ, അനൗൺസ്മെന്റിന്റെ ഒക്കെ പാറ്റേൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ ഡയറി എങ്ങനെയാണ്, കോൺവെർസേഷൻ എങ്ങനെയാണ്, അനൗൺസ്മെന്റ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഡയറി നോക്കിയാലോ. നമുക്കറിയാം ഡയറി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലേ. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ല, പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് എന്നാണ് നമ്മൾ കറക്റ്റായിട്ട് പറയുക. അതായത് എൻ്റെ ഫീലിങ്സും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തെ പറ്റിയിട്ടോ ഒരു കാര്യത്തെ പറ്റിയിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കുക. പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് ആണ് ഡയറി എന്ന് പറയുന്നത്. സോ ഡയറി റൈറ്റിംഗ് ഇസ് എ പേഴ്സണൽ ഫോം ഓഫ് റൈറ്റിംഗ് വേർ എ പേഴ്സൺ മെയിൻറ്റെയിൻസ് എ ഡയറി ടു റൈറ്റ് about his or her personal life or situation. അവരുടെ പേഴ്സണൽ ലൈഫിനെയോ സിറ്റുവേഷനെയോ ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ അന്നത്തെ കാര്യങ്ങൾ അവരുടെ ഡയറിയിൽ എഴുതി വെക്കുന്നതാണ് ഡയറി റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഡയറി റൈറ്റിംഗ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം, ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് വേണം. എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയറിക്ക് ഡേയും ഡേറ്റും വേണം. ഓക്കെ, ഡേയും ഡേറ്റും വേണം. ഏത് ദിവസത്തെ ഡയറി ആണോ നമ്മൾ എഴുതുന്നത് ആ ദിവസത്തെ ഡേയും ഡേറ്റും നമ്മൾ എഴുതുക. എന്നിട്ട് നമ്മൾ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് കൊടുക്കുക. ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ, ഇറ്റ് വാസ് ആൻ ഓസം ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം ഡയറി എഴുതാൻ. എന്താണെടാ ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, ഞാൻ എനിക്ക് ഐ ഒക്കെ യൂസ് ചെയ്ത് എഴുതുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളല്ലേ എഴുതുന്നത്. അപ്പോൾ എപ്പോഴും എനിക്ക്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു, എനിക്ക് അങ്ങനെ സംഭവിച്ചു, അവരെന്നോട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെയല്ലേ നമ്മൾ എഴുതുക. ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, പിന്നെ എപ്പോഴും ഫീലിങ്സും തോട്ട്സും, അതായത് ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണോ തോന്നുന്നത് അതുപോലെയുള്ള ഫീലിങ്സും തോട്ട്സും ഒക്കെ നമുക്ക് എവിടെ ആഡ് ചെയ്യാം, നമ്മുടെ ഡയറിയിൽ ആഡ് ചെയ്യാം. പിന്നെ എൻഡിങ് വേണം. അതുപോലെ തന്നെ നമുക്ക് ബ്രോക്കൺ സെൻറ്റൻസസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓ മൈ ഗോഡ്, വാട്ട് വിൽ ഐ ഡു നെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡോട്ടൊക്കെ ഇട്ടിട്ട് ബ്രോക്കൺ സെൻറ്റൻസസും നമുക്ക് ആഡ് ചെയ്യാം. കാരണം നമ്മുടെ ഫീലിങ്സ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എവിടെ ആഡ് ചെയ്യാം, നമ്മുടെ ഡയറിയിൽ ആഡ് ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോർമാറ്റ് നോക്കാം കേട്ടോ. ഇവിടെ നോക്കിക്കേ, പ്രോപ്പറായിട്ടുള്ള ഡേയും ഡേറ്റും നമ്മൾ കൊടുത്തു. എന്നിട്ട് ഡിയർ ഡയറി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിൽ നമ്മൾ എഴുതി കൊടുത്തു. അതുപോലെ നമുക്ക് എന്താണോ തോന്നിയത്, ഹൗ ഇറ്റ് മേഡ് യു ഫീൽ, ഓണസ്റ്റ് ആയിട്ട് എഴുതുക. നമ്മുടെ ഹോപ്സോ എക്സ്പെക്റ്റേഷൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതുക. ബ്രോക്കൺ സെൻറ്റൻസസ് യൂസ് ചെയ്യാം, പ്രോപ്പറായിട്ടുള്ളൊരു എൻഡിങ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഡയറിയായി. അപ്പോൾ ആരുടെ ഡയറി എഴുതാൻ പറഞ്ഞാലും ഈ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറിക്ക് അടിപൊളിയായിട്ട് മാർക്ക് കിട്ടും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് കോൺവെർസേഷൻ ആണ്. കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സംഭാഷണമാണ് അല്ലേ. രണ്ട് പേര് തമ്മിൽ സംസാരിക്കുന്ന കാര്യം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷൻ നമ്മളോട് ചോദിക്കാറുണ്ട് എക്സാമിന്. സോ അവർ തമ്മിൽ സംസാരിക്കുന്ന കോൺവെർസേഷനാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ക്യാരക്ടർ എന്താണ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ക്യാരക്ടറിനെ നന്നായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചാപ്റ്റർ വായിച്ചിരിക്കണം, സ്റ്റോറി എന്താണെന്ന് അറിയണം അല്ലേ. എന്താണോ ഒരു സിറ്റുവേഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ അവരെങ്ങനെ സംസാരിക്കും നമുക്ക് എഴുതാൻ പറ്റുക. സോ ക്യാരക്ടറിനെ നന്നായിട്ട് എഴുതുക. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടർ ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതാ ആ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് സംസാരിക്കും നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റും അല്ലേ. പിന്നെ നമുക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം. അല്ലാതെ ആ കഥയിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചിട്ട് അതെല്ലാം ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് സംസാരിച്ചാൽ മതി. താമസം ഒരു ഫോർമാറ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെല്ലാവരും ആവേശം ഫിലിം കണ്ടാണല്ലേ, നമ്മൾ രംഗണ്ണൻ ഫാൻസ് ആണ്, മോനെ എന്നൊക്കെ പറഞ്ഞ് രംഗണ്ണൻ ഫാൻസ് ആണല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രംഗണ്ണനും അതുപോലെ തന്നെ നമ്മുടെ അംബാനും തമ്മിൽ ഒരു കോൺവെർസേഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, മിസ് ഒരു ഫോർമാറ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. നമ്മളോട് ആ ക്യാരക്ടേഴ്സ് ആയിരിക്കും ചോദിക്കുക അല്ലേ. സോ എന്നാലും ബേസിക് ആയിട്ട് എങ്ങനെയായിരിക്കും, ക്യാരക്ടർ ആരൊക്കെയാണോ അവരുടെ രണ്ടുപേരുടെ പേര് എഴുതുക. ഏത് സിറ്റുവേഷനിൽ ആരുടെ കോൺവെർസേഷൻ ആണോ എഴുതാൻ പറഞ്ഞത് അവരുടെ രണ്ടുപേരുടെയും പേര് ഇതാ ഇങ്ങനെ എഴുതുക. എന്നിട്ട് ആദ്യം എന്താ രംഗണ്ണം പറയുകയാണ്, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ അംബാനെ എന്ന് പറയുകയാണ് അല്ലേ. എന്നിട്ട് രംഗം പറഞ്ഞ ഡയലോഗ് നമ്മളിവിടെ എഴുതി. അതിന് മറുപടിയായിട്ട് അംബാൻ എന്താണോ പറഞ്ഞത് ഇനി തൊട്ട് ശ്രദ്ധിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അയാളുടെ ആ മറുപടി നമ്മൾ എഴുതി. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട രംഗം ചോദിച്ച അടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, അയാളുടെ പേര് എഴുതുക, എങ്ങനെ എഴുതുക. എന്നിട്ട് അംബാൻ പറഞ്ഞ കാര്യം എന്താണോ അയാളുടെ പേര് എഴുതുക. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളോട് കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതുക.
എന്നിട്ട് ആ സിറ്റുവേഷനിൽ അവരെന്താണോ സംസാരിച്ചിരിക്കുന്നത് അത് ഫസ്റ്റ് ലൈനിൽ എഴുതുക. എന്നിട്ട് അതിന് മറുപടിയായിട്ട് അടുത്ത ആൾ എന്താണോ പറഞ്ഞത് അത് സെക്കൻഡ് ലൈനിൽ എഴുതുക. എന്നിട്ട് വീണ്ടും അവർ തമ്മിലുള്ള കോൺവെർസേഷൻ ഇങ്ങനെ ഒരു 4, 5, 6 എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി അടിപൊളിയായിട്ട് നമുക്ക് ആ മാർക്ക് കിട്ടും. അപ്പോൾ കോൺവെർസേഷൻ എഴുതേണ്ട ഒരു പാറ്റേൺ ഇങ്ങനെയാണ്. ഓക്കെ, ക്യാരക്ടറിൻ്റെ പേര് എഴുതുക, എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ എഴുതുക. അപ്പോൾ കോൺവെർസേഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്? അനൗൺസ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അനൗൺസ്മെൻറ്റ് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അതിന് സല്യൂട്ടേഷൻ വേണം. സ്റ്റാർട്ട് വിത്ത് ദ സല്യൂട്ടേഷൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയാണോ അഭിസംബോധന ചെയ്യുന്നത്, ആരോടാണോ നമുക്ക് ഈ അനൗൺസ്മെൻറ്റ് ചെയ്യേണ്ടത്, അവരെ നമുക്ക് എന്ത് ചെയ്യാം? സല്യൂട്ടേഷൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റുഡൻസിനോടാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ ഡിയർ സ്റ്റുഡൻസ്, ഡിയർ പേരൻസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു സല്യൂട്ടേഷൻ കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് എന്താണോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത് ആ ഇൻഫർമേഷൻ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അതും നമ്മളവിടെ ഷെയർ ചെയ്യുക. ഉദാഹരണത്തിന് മിസ് അടുത്ത നമ്മൾ ഗോട്ട് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഗോട്ട് സിനിമയുടെ ടിക്കറ്റ് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു അനൗൺസ്മെൻറ്റ് നടത്തുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. ഗോട്ട് സിനിമയുടെ ടിക്കറ്റ് നമ്മുടെ സൈലത്തിൻ്റെ ക്ലാസ് കാണാൻ നമുക്ക് എല്ലാവർക്കും ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നൊക്കെ പറയാം. ഇനി എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, സിനിമ ടിക്കറ്റ് വാങ്ങാൻ വരുന്നവരെ വീട്ടിൽ പറഞ്ഞിട്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് റിക്വസ്റ്റ് എന്ത് ചെയ്യാം? അത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ അനൗൺസ്മെൻറ്റ് എഴുതാൻ ചോദിച്ചാൽ, ഇതൊരു ചാപ്റ്ററിൽ നിന്ന് അനൗൺസ്മെൻറ്റ് എഴുതാൻ ചോദിച്ചാൽ നമുക്ക് സല്യൂട്ടേഷൻ, ആദ്യം നമ്മൾ സല്യൂട്ടേഷനിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുക. എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻഡിൽ ആഡ് ചെയ്യുക. ഓൾ ആർ വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എൻഡിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അനൗൺസ്മെൻറ്റ് എഴുതേണ്ടത്. സോ നമ്മളോട് എങ്ങനെയാണ് ഡയറി ചോദിച്ചാൽ എഴുതേണ്ടത്, കോൺവെർസേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്, അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റ് എഴുതേണ്ടത്, ഫോർമാറ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അല്ലേ. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.